രാധിക മോൾ എന്നെ കണ്ടോന്നാ തോന്നുന്നത്. അത് ചിലപ്പോൾ ഏട്ടത്തിക്ക് വെറുതെ തോന്നിയതായിരിക്കും. രാധിക മോള എടുക്കെടുക്ക, അല്ലെങ്കിൽ അവൾക്ക് സംശയവും. ഹലോ രാധിക മോളെ. ആ അമൃത മാഡത്തിനെ ഞാനിപ്പോ കണ്ടല്ലോ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നേ. അതെ, അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ടെന്തേ മോൾ അടുത്തേക്ക് വരാതിരുന്നത്? കാറിൽ കയറാൻ പോകുമ്പോഴാ ഞാൻ കണ്ടേ. ഞാൻ വിളിച്ചിട്ട് മാഡം കേട്ടുമില്ല. അയ്യോ മോളെ, സോറി. ആ അമൃത മാഡം ശ്യാമ മാഡത്തിനെ കണ്ടിരുന്നോ? ഇല്ല. അയ്യോ, ശ്യാമ മാഡം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ശ്യാമ മാഡം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ കാണാൻ വേണ്ടി ഓടി വന്നേ. പക്ഷെ ഭാഗ്യം ഉണ്ടായില്ല. എന്താന്നറിയില്ല, എപ്പോ ശ്യാമ മാഡത്തിനെ കാണാൻ തോന്നിയാലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. അതെന്താന്നറിയോ? വലിയ വലിയ ആഗ്രഹങ്ങള് പെട്ടെന്ന് നടക്കാൻ പാടില്ലല്ലോ. അപ്പോഴല്ലേ കണ്ടുമുട്ടുമ്പോ അതിൻ്റെ ഒരു രസം. ഞാനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. ശ്യാമ മാഡത്തിനെ കാണുമ്പോ എന്താ പറയാ, സ്നേഹത്തോടെ സംസാരിക്കോ, എന്നോട് ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ട, ദൈവത്തെ പോലെ ഇഷ്ട. രാധിക മോളിനെ എങ്ങോട്ട് പോവാ? ആ ഞാൻ എന്റെ അനിയത്തെയും കൂട്ടി കണിമംഗലത്തേക്ക് പോവാ. അവിടെ ആക്കാൻ വേണ്ടിട്ട്. ഞാൻ ഫോൺ വെച്ചോട്ടെ? ആയിക്കോട്ടെ മോളെ. എന്താ ചേച്ചി? ഞാൻ ശ്യാമ മാഡത്തിനെ കണ്ട കാര്യം അമൃത മാഡത്തോട് പറയായിരുന്നു. അവര് തമ്മിലും കണ്ടില്ല. നഷ്ടായിപ്പോയി. ഇനി പോവോ നമുക്ക്? വാ.